നമസ്കാരം. ഇന്നലെ അൻവർ ഒരു സമ്മേളനം നടത്തി. സമ്മേളനത്തിൽ രണ്ട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ സത്യമായിട്ട് ആ കാര്യം നമുക്ക് പറയുന്നതിന് മുമ്പ് അൻവർ ആരാണ്, അൻവറിനെ കുറിച്ച്. അൻവർ ഇന്നിപ്പോൾ വളരെ അൻവർ MLA ആയപ്പോൾ തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലിരിക്കുകയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊള്ളരായ്മകളും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ അൻവർ. അൻവർ ചെയ്തിരിക്കുന്ന ഏക കാര്യം വലിയ വീരവാദമായിട്ട് പറഞ്ഞിട്ട് രാജ്യദ്രോഹ കുറ്റത്തിന് കണക്കാക്കുന്ന ടെലിഫോൺ, ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ടെലിഫോൺ എല്ലാം ചോർത്തിയെടുക്കുക ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വഴി. അത് വലിയ വീരവാദമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരണ എവിടെ നിന്ന് കിട്ടി? അത് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടി പറയുന്നതിനപ്പുറം ഒരു പരിധിയും കഴിഞ്ഞ് പോയതിനു ശേഷമായിട്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളായിട്ട് അവിടെ പാർക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനുശേഷം മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി സ്വർണ്ണ കനി എടുത്തിരിക്കുന്നു പറയുന്നു. ഇനി ആ സ്വർണം കനിന്ന് കൊണ്ടുവരുന്നതിന് ഇവിടെ തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണോ ഈ നീക്കം? എന്നിട്ട് പാർട്ടി പ്രഖ്യാപിച്ചില്ലെങ്കിലും അദ്ദേഹം ഒരു സമ്മേളനം വിളിച്ച് നിരവധി ആൾക്കാർ കൂടിയുണ്ട് വളരെ പ്രസ്താവന നടത്തി. അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞതിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, വിശ്വാസികളായ ഹിന്ദു സ്ത്രീകളാരും ശബരിമലയിൽ പോത്തില്ലെന്ന്. വളരെ സത്യമായ കാര്യം. ആരും പോവില്ല, വിശ്വാസികളായിട്ടുള്ള ഒരു സ്ത്രീകളും പോയില്ല. അവരെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊണ്ട് കയറ്റി. അതേപോലെ തന്നെ അവർക്ക് നിസ്കരിക്കാൻ പറ്റത്തില്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിസ്കാരം നടത്താൻ പറ്റത്തില്ലെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അത് വിശ്വാസികളല്ലാത്തവരായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഇപ്പോൾ തൻ്റെ മൃതശരീരം പഠന ആവശ്യങ്ങൾക്ക് യെച്ചൂരിക്ക് കൊടുത്തതുപോലെ ഇപ്പോൾ അവിടെ ലോറൻസിന് വേണ്ടി തല്ലുകൂടിയാണ്. വീണ്ടും ലോറൻസിന് വേണ്ടി മൃതശരീരം മെഡിക്കൽ കോളേജിന് പഠനത്തിന് കൊടുത്തു വരുമ്പോൾ വീണ്ടും വിശ്വാസമില്ലാത്ത ഒരു പാർട്ടിയാണെന്ന് ഇന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ മോർച്ചറിൽ തന്നെ വെച്ചിരിക്കാൻ. ഏത് തരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധംപതനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അൻവറിന്റെ ഇത്രയും കാലത്തെ ആ രീതിയിൽ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അദ്ദേഹത്തിന് സ്വന്തം കഴിവുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പക്ഷെ ഒരു ശക്തിയുണ്ട് എല്ലാ മനുഷ്യർക്കും, ആ ശക്തിയുടെ പുറത്താണ് പ്രവർത്തിക്കുന്നത്. ആ ശക്തി മാറുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളായി മാറും. അത് അൻവർ എന്നല്ല, ഏതൊരു മനുഷ്യന്റെ സ്ഥിതി. അപ്പോൾ ഈ കേജ്രിവാൾ, അടുത്ത കാലത്ത് നമുക്കറിയാവുന്ന കേജ്രിവാൾ, ദില്ലിയിൽ വലിയൊരു സമരം വന്നു. കേജ്രിവാൾ അണ്ണാ ഹസാരെയോടൊപ്പം കൂടി അണ്ണാ ഹസാരെ ജൻ ലോക്പാൽ ബില്ലിന് വേണ്ടി 2010 കോമൺവെൽത്ത് ഗെയിംസിൽ അഴിമതിയെ തുടർന്ന് വലിയ ഒരു പ്രക്ഷോഭം കൊണ്ടാണ് കേജ്രിവാൾ അതിൻ്റെ കൂടെ നിന്നത്. അണ്ണാ ഹസാരെയുടെ നിലപാട് രാഷ്ട്രീയക്കാരെ ആരെയും കൂടെ അടുപ്പിക്കാതെ നിന്ന ഒരു വ്യത്യസ്തമായ ഒരു സമരം തന്നെയായിരുന്നു. അതിൽ കൂടെയാണ് കേജ്രിവാൾ രംഗത്ത് വന്നത്. അണ്ണാ ഹസാരെയുടെ ആ ഒരു ഗാന്ധിയനായ അണ്ണാ ഹസാരെയുടെ ഒറ്റ വിശ്വാസത്തിൻ്റെ പേരിലാണ് കേജ്രിവാൾ അന്ന് ഇവിടെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ടായത്. കേജ്രിവാളിനെ പോലെ ആകും അൻവർ എന്ന് വിശ്വസിക്കുന്നവർ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും അൻവർ വിളിച്ച് കൂട്ടിയ യോഗത്തിലെ ജനങ്ങളാണ് ഈ കാണുന്നത്. ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ വളരെ വിശ്വാസമായിട്ടാണ് അൻവറിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും കിട്ടാത്തവർക്കെല്ലാം അൻവറിൻ്റെ കൂടെ കൂടിയാൽ, അല്ലെ അൻവറിനോടൊപ്പം നിന്നാൽ ഒരു ഇസ്ലാമിക രാജ്യം കെട്ടിപ്പിടിക്കാം എന്നൊരു വിശ്വാസത്തിലായിരിക്കും ഇത്രയും തിരക്ക് വന്നത് എന്ന് അനുമാനിക്കാം. അൻവർ പറയുന്നത് ഫാസിസം കടത്തിവിടുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. രാജ്യത്ത് സാധനങ്ങൾക്കെല്ലാം വില കയറ്റിക്കൊണ്ട് ഇൻ്റർനെറ്റിന് വില കുറച്ച് എന്നാണ് അൻവർ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത്തരം ആൾക്കാർ അൻവറിൻ്റെ കൂടെ എത്തിയവർക്ക് വളരെ നിരാശാജനകമായ വാർത്തകളാണ് അൻവർ പറഞ്ഞത്. അത് കേട്ട് അവർ ഞെട്ടിത്തരിച്ചു പോയി എന്ന് തന്നെ പറയാം. അൻവർ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അതേപോലെ മുഖ്യമന്ത്രി ഇപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞിട്ട്, ഹിന്ദു പത്രത്തിൽ സത്യം വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ അത് തിരുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുണ്ടായത്. അപ്പോൾ സത്യം അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെയാണ് അൻവറും വിളിച്ചു പറഞ്ഞത്. അൻവർ ആദ്യം പറഞ്ഞത് തന്നെ 2036 എന്ന് പറയുന്ന ആ സമയത്ത് രാജ്യം അല്ലെങ്കിൽ സ്റ്റേറ്റ് കേരളം ഭരിക്കുമെന്ന് പറഞ്ഞത് അൻവർ അറിയാതെ പറഞ്ഞാണെങ്കിലും അത് സത്യമാകുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. രണ്ടാമത് 5 കൊല്ലം മുൻകൂട്ടി പറഞ്ഞെങ്കിൽ
ആണെങ്കിലും 2031 തന്നെ ഭരണം പിടിക്കും എന്ന് പറഞ്ഞെങ്കിൽ പോലും 2036 ആദ്യം പറഞ്ഞ ആ വാക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതാണ് യാഥാർത്ഥ്യം. ഇത് അൻവറും അൻവറിന്റെ കൂടെ ഉള്ളവരും ഒരു വലിയൊരു പ്രതീക്ഷയോടെ എത്തിച്ചേർന്നവർ ഞെട്ടിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അൻവറിന്റെ ഈ വാക്കുകൾ. പാർട്ടിക്കുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരെയാക്കാൻ നടന്ന കാര്യങ്ങളും എല്ലാം ഏതാണ്ട് 2.5 മണിക്കൂർ നീളം നിന്ന വലിയ ഒരു നീണ്ട പ്രസംഗം. ഇതാണ് അൻവർ എത്തി, അൻവറിനെ സ്വീകരിച്ച് സ്റ്റേജിൽ കയറ്റിയിരിക്കുകയാണ്. എന്താണ് അൻവറിന്റെ നാവിൽ നിന്ന് വീണ ആ വാക്കുകൾ എന്ന് നമുക്ക് കേൾക്കാം. അൻവർ എന്താണ് പറയുന്നതെന്നും അൻവർ പറഞ്ഞ ആ 2.5 മണിക്കൂർ നീളം നിന്ന പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട 2 സത്യങ്ങൾ വിളിച്ചു പറയുന്നതും അൻവറിന്റെ രീതികൾ നമുക്ക് കേൾക്കാം. ഏത് എസ് പിയെ വെക്കണമെന്ന് എന്നോട് ചോദിക്കുന്നു, ഡിവൈഎസ്പിമാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എനിക്കെന്താ ആഘോഷിച്ചൂടെ? ഇങ്ങനെ നെഞ്ചും പിരിച്ച് നാട്ടിൽ കൂടെ നടന്നൂടെ? ഞാൻ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ തോന്നൂലേ? പക്ഷേ സംഘ് പരിവാർ ഇന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം, അതിൻ്റെ ഏറ്റവും രൂക്ഷമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന 2026 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം 2026 തെരഞ്ഞെടുപ്പിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് 25 സീറ്റാണ്. 20 സീറ്റെങ്കിലും അവർ പിടിച്ചിരിക്കും. 2031 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തോട് അധികാരത്തിൽ വരും. അവർക്ക് തിരക്കില്ല, അവർ സ്ലോ ആൻഡ് സ്റ്റഡിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരാൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത നാട് എന്നാലോചിച്ചപ്പോൾ ആഫ്രിക്ക കിട്ടിയത്, മനസ്സിലായില്ലേ? 50 ഡിഗ്രി. ശബരിമല എന്തായിരുന്നു പാർട്ടിയുടെ കണക്കൂട്ടൽ? ഒന്നാമത്തെ ജാഥയിൽ പോകുമ്പോഴേ ഞാൻ പോയി, ഞാൻ കത്തെടുത്തു, പാർട്ടി തിരുത്തണം. ഹൈന്ദവ സമുദായത്തിലെ സഹോദരിമാർക്ക് അതിൽ താല്പര്യമില്ല. അവർ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറല്ല. പിന്നെ നമ്മൾ എന്തിനിതിൽ ഇടപെടണം? അവർക്ക് വേണ്ടിയാണ് ഇടപെടുന്നത് എന്നാണ് പാർട്ടി വിശദീകരണം. ഒരു ഹൈന്ദവ സഹോദരിയും തയ്യാറില്ല. എന്നിട്ട് ഏതോ ആന്ധ്രയിൽ എവിടുന്നോ 2 ബലാലിനെ വലിച്ചു കൊടുത്തിട്ട് പോലീസിനെ കുത്തിക്കയറ്റി, അല്ലേ? പഠിച്ചോ പാർട്ടി?